ഇന്ത്യയിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ളതും ഏറ്റവും ജനസാന്ദ്രതയുള്ളതുമായ നഗരമാണ് മുംബൈ. വാണിജ്യ തലസ്ഥാനമായതിനാൽ തന്നെ ഏറെ തിരക്കുള്ള നഗരം. വൻകിട കമ്പനികളും ഹോട്ടലുകളും ബിസിനസ് സാമ്രാജ്യങ്ങളും തലയെടുപ്പോടെ നിൽക്കുന്ന മുംബൈ നഗരത്തിലേക്ക് ദിനംപ്രതി നിരവധി ആളുകളാണ് എത്തുന്നത്. അതിനാൽ തന്നെ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് മഹാരാഷ്ട്ര സർക്കാരിന് വലിയ തലവേദനയാണ്. ഇതിനൊരു പരിഹാരം എന്നോണം മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെന്റ് അതോറിറ്റി ആസൂത്രണം ചെയ്യുന്ന പദ്ധതിയാണ് 70 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇടനാഴി എന്ന ആശയം. തുരങ്കപാത യാഥാർത്ഥ്യമായാൽ മുംബൈ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയുമെന്നാണ് MMRDA പ്രതീക്ഷിക്കുന്നത്. തുരങ്കപാത മുംബൈ നഗരത്തിലെ ഗതാഗത സംവിധാനത്തെ ബലപ്പെടുത്തും, റോഡുകളിലെ തിരക്ക് കുറയ്ക്കും. രാജ്യത്തെ പ്രധാന നഗരം എന്ന നിലയ്ക്ക് മുംബൈ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനാണ് MMRDA തുരങ്കപാത എന്ന ആശയവുമായി മുന്നോട്ട് വന്നത്. 70 കിലോമീറ്ററാണ് തുരങ്കപാതയുടെ ദൈർഘ്യം. പദ്ധതിക്കായി ഏകദേശം 1.05 ലക്ഷം കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 16 കിലോമീറ്റർ ദൈർഘ്യമുള്ള വോർലി മുതൽ വിമാനത്താവളം വരെയുള്ള ഭാഗം പൂർത്തിയാക്കും. അടുത്ത ഘട്ടങ്ങളിൽ 10 കിലോമീറ്റർ ദൈർഘ്യമുള്ള കിഴക്കു പടിഞ്ഞാറ് ലിങ്കും 44 കിലോമീറ്റർ ദൈർഘ്യമുള്ള വടക്ക് തെക്ക് കോറിഡോറും ഉൾപ്പെടുന്നു. ഈ തുരങ്കപാത തീരദേശ റോഡ്, മെട്രോ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ പ്രധാന ഗതാഗത മാർഗങ്ങളെ ബന്ധിപ്പിക്കുന്നു. 16 കിലോമീറ്റർ ദൈർഘ്യമുള്ള പദ്ധതിയുടെ ആദ്യഘട്ടം വോർലിയെ ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെർമിനൽ 2മായി ബന്ധിപ്പിക്കും. നിലവിലുള്ള റെയിൽവേ ലൈനുകൾക്കും റോഡുകൾക്കും പുറമെയായിരിക്കും ഈ പുതിയ ടണലുകൾ. അതുകൊണ്ട് തന്നെ നഗരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ഏറെക്കുറെ പരിഹാരമാകും. മുംബൈ ടണൽ റോഡ് പദ്ധതിയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ടണൽ 44 കിലോമീറ്റർ ദൈർഘ്യമുള്ളതായിരിക്കും. ഇത് തെക്കൻ മുംബൈയെ ബോറിവിലിയുമായി ബന്ധിപ്പിക്കും. ഇതിനായി ഏകദേശം 66,000 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. പദ്ധതിയുടെ 3ാം ഘട്ടമായാണ് ഈ ടണലിന്റെ നിർമ്മാണം ആരംഭിക്കുക. ഒരുപക്ഷെ താനെ ബോറിവിലി ഇരട്ട ടണലുമായി ഇതിനെ ബന്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. ബാന്ദ്ര കുർല കോംപ്ലക്സ്, ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷൻ, ടണൽ റോഡ് പദ്ധതി, തീരദേശ റോഡ്, ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഉയർന്ന ശേഷിയുള്ള ഭൂഗർഭ ഗതാഗത ഇടനാഴി നിർമ്മിക്കാൻ സഹായിക്കും. വെസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേയിലും SV റോഡിലെയും തിരക്ക് കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ടണൽ റോഡുകളുടെ സാധ്യതകളെക്കുറിച്ച് പഠിക്കാനും വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാനും ഒരു കൺസൾട്ടന്റിനെ നിയമിക്കാൻ സെപ്റ്റംബർ 30-ന് MMRDA അനുമതി നൽകിയിരുന്നു. ഭാവിയിലെ ഗതാഗത ആവശ്യങ്ങളെയും യാത്രാ സൗകര്യങ്ങളെയും പരിഗണിച്ചായിരിക്കും പഠനം നടത്തുക. ഈ വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതും. പാരിസ്ഥിതിക ആഘാതം, സാമ്പത്തികം, സാങ്കേതിക സാധ്യതാ പഠനം എന്നിവയെക്കുറിച്ച് വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കും. DPR അന്തിമമാക്കി അംഗീകരിച്ചു കഴിഞ്ഞാൽ ട്രാഫിക് ആവശ്യകതകൾക്കും നഗരത്തിന്റെ ഭാവി വളർച്ചയ്ക്കും അനുസരിച്ച് ഘട്ടം ഘട്ടമായി പദ്ധതി നടപ്പാക്കുമെന്ന് MMRDAയും മെട്രോപൊളിറ്റൻ കമ്മീഷണർ ഡോക്ടർ സഞ്ജയ് മുഖർജി വ്യക്തമാക്കുന്നു. സാങ്കേതിക സാധ്യതാ പഠനം, പാരിസ്ഥിതിക ആഘാതം, സാമ്പത്തിക പ്രായോഗികത എന്നിവയെക്കുറിച്ച് സമഗ്രമായി പഠിച്ചതിനു ശേഷം DPR അംഗീകരിച്ചു കഴിഞ്ഞാൽ ട്രാഫിക് ആവശ്യകതകൾക്കും നഗരത്തിന്റെ ഭാവി വളർച്ചയ്ക്കും അനുസരിച്ച് ഘട്ടം ഘട്ടമായി പദ്ധതി നടപ്പാക്കും. പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം മുംബൈയിലെ യാത്രാ സമയം കുറയ്ക്കുക, ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുക എന്നൊക്കെയുള്ളതാണ്. തിരക്കേറിയ റോഡുകളിൽ ടണലുകൾ നിർമ്മിക്കുന്നതിലൂടെ ആളുകൾക്ക് വേഗത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ഇത് നഗരത്തിന്റെ സുഗമമായ സഞ്ചാരത്തിന് വഴി തുറക്കും. ഭൂഗർഭ ടണലുകൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ ആശ്രയിക്കാതെ യാത്ര സുഗമമാക്കും. റോഡുകളിൽ വാഹനങ്ങളുടെ എണ്ണം കുറയുന്നതിനാൽ അന്തരീക്ഷ മലിനീകരണവും ശബ്ദ മലിനീകരണവും കുറയും. പദ്ധതി യാഥാർത്ഥ്യമായാൽ മുംബൈയുടെ വികസന നേട്ടങ്ങളിൽ മറ്റൊരു പൊൻതൂവലാകും. നഗരത്തിന്റെ സാമ്പത്തിക വളർച്ചയും ജനജീവിതത്തെയും പുരോഗതിയിലേക്ക് നയിക്കും. ഇത് മുംബൈയെയും ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തും. 70 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഭൂഗർഭ ഇടനാഴി എന്ന ആശയത്തെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പിന്തുണയ്ക്കുന്നുണ്ട്. മുംബൈയെ ഒരു ആഗോള സാമ്പത്തിക ശക്തിയാക്കി മാറ്റണമെങ്കിൽ നഗരവും പുരോഗതിയിലേക്ക് കുതിക്കണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് മുംബൈ.